ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമാനായ മന്ത്രിയുടെയും കഥയാണ്. പണ്ടൊരിക്കൽ ഒരു വലിയ രാജ്യത്തിൽ നീതിമാനും ശക്തനുമായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. മന്ത്രിയുടെ പേര് സോമൻ എന്നായിരുന്നു. രാജാവിന് മന്ത്രിയോട് വലിയ വിശ്വാസമായിരുന്നു. പക്ഷേ ഒരിക്കൽ രാജാവിൻ്റെ മനസ്സിൽ ഒരു സംശയം തോന്നി. എൻ്റെ മന്ത്രി യഥാർത്ഥത്തിൽ ഇത്രയും ബുദ്ധിമാനാണോ? അത് പരീക്ഷിക്കാൻ രാജാവ് തീരുമാനിച്ചു. ഒരു ദിവസം രാജാവ് മന്ത്രിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. സോമ, എനിക്ക് 3 ചോദ്യങ്ങളുണ്ട്. അതിന് ശരിയായ ഉത്തരം പറയണം. മന്ത്രി വിനയത്തോടെ പറഞ്ഞു. ചോദിച്ചോളൂ തിരുമനസ്സേ. രാജാവ് ആദ്യത്തെ ചോദ്യം ചോദിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം ഏതാണ്? മന്ത്രി ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറഞ്ഞു. ഇപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട്? മന്ത്രി പറഞ്ഞു. കഴിഞ്ഞുപോയ സമയം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. വരാനിരിക്കുന്ന സമയം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ്. അതുകൊണ്ട് ഏറ്റവും വിലപ്പെട്ട സമയം ഇപ്പോഴാണ്. രാജാവ് തലയാട്ടി. പിന്നെ രണ്ടാമത്തെ ചോദ്യം. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ ആരാണ്? മന്ത്രി പറഞ്ഞു. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ. രാജാവ് വീണ്ടും ചോദിച്ചു. അതെന്തുകൊണ്ട്? മന്ത്രി പറഞ്ഞു. നമ്മുടെ മുന്നിലുള്ള മനുഷ്യനോടാണ് ഈ നിമിഷത്തിൽ നമുക്ക് കടമയുള്ളത്. അവനെ സഹായിക്കേണ്ട സമയത്ത് മറ്റൊരാളെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. രാജാവിന് മന്ത്രിയുടെ ഉത്തരം വളരെ ഇഷ്ടപ്പെട്ടു. അവസാനമായി രാജാവ് ചോദിച്ചു. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി ഏതാണ്? മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നന്മ ചെയ്യുക. രാജാവ് ചോദിച്ചു. എന്തുകൊണ്ട്? മന്ത്രി പറഞ്ഞു. നമ്മുടെ കയ്യിൽ അധികാരമുണ്ടായാലും സമ്പത്തുണ്ടായാലും അതുകൊണ്ട് മറ്റൊരാൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് വലിയ അർത്ഥമില്ല. ഒരു മനുഷ്യനെ സഹായിക്കുന്നതും ഒരു ജീവനെ സംരക്ഷിക്കുന്നതും ഒരു കണ്ണുനീര് തുടയ്ക്കുന്നതും നന്മയാണ്. രാജാവ് കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് മന്ത്രിയുടെ അടുത്തേക്ക് നടന്നു. സോമോ, ഇന്ന് ഞാൻ നിന്നെ പരീക്ഷിക്കാൻ 3 ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ നീ എന്നെയാണ് പഠിപ്പിച്ചത്. മന്ത്രി വിനയത്തോടെ തല കുനിച്ചു. രാജാവ് പറഞ്ഞു. ഇനി മുതൽ ഞാൻ ഓർക്കാം. ഏറ്റവും വിലപ്പെട്ട സമയം ഇപ്പോൾ. ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ നമ്മുടെ മുന്നിലുള്ളവൻ. ഏറ്റവും നല്ല പ്രവൃത്തി നന്മ ചെയ്യുക. അന്നു മുതൽ രാജാവ് തൻ്റെ രാജ്യത്തിലെ ജനങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. ആരെയും സഹായിക്കേണ്ട അവസരം വന്നാൽ അത് മാറ്റിവെക്കാതെ ഉടൻ സഹായിച്ചു. അങ്ങനെ ആ രാജ്യത്ത് രാജാവിനോടുള്ള ജനങ്ങളുടെ സ്നേഹം കൂടുതൽ വർദ്ധിച്ചു. കൂട്ടുകാരെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ളത് ഇന്നത്തെ നിമിഷമാണ്. നമ്മുടെ മുന്നിലുള്ളത് ഒരു മനുഷ്യനാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ്. അതുകൊണ്ട് നന്മ ചെയ്യാൻ നാളെയെ കാത്തിരിക്കേണ്ട. നമുക്ക് കഴിയുന്ന നന്മ ഇന്ന് തന്നെ ചെയ്യാം. ഇതായിരുന്നു എൻ്റെ കഥ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, ഈ കഥയ്ക്ക് നല്ല ആംഗ്യം കാണിക്കണേ, രസകരമായി അവതരിപ്പിക്കണേ.